വർഷങ്ങൾക്ക് മുന്നേ അരങ്ങേറിയ ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ മുതുമലയിലെ കാരക്കുടി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ സംഭവിച്ച കൊലപാതകങ്ങളുടെയും നരവേട്ടയുടെയും കഥ. വനമിറങ്ങി ഗ്രാമത്തിലേക്ക് കടന്നു വന്ന മഞ്ഞ ഉടലിൽ കറുത്ത വരകളോട് കൂടിയ രാക്ഷസന്റെ കഥ. മുതുമലയിലെ നരഭോജിയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മുതുമലയിലെ കാരക്കുടി എന്ന ഗ്രാമം വനത്താൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കാരക്കുടി. അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലും കൃഷിയുമെല്ലാമാണ്. അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ കന്നുകാലികൾ തന്നെയാണ്. അങ്ങനെ ശാന്തവും സുഖപ്രദവുമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ആളുകളുടെ ജീവിതത്തിലേക്ക് അടുത്തുള്ള വനത്തിൽ നിന്നും മഞ്ഞ ഉടലിൽ കറുത്ത വരകളോട് കൂടിയ ഒരു പിശാച് കടന്നു വന്നു. ഏകദേശം 18ഓളം ആളുകളെയാണ് അവൻ അവൻ്റെ ഇരയാക്കി തീർത്തത്. അതിലും വലിയ വിചിത്രം എന്തെന്നാൽ അതിലെ 4 പേർ എന്നത് ശിക്കാരികളാണെന്നത് തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ഗ്രാമത്തിൻ്റെ പരിസര പ്രദേശത്ത് കാണുവാൻ തുടങ്ങിയ അവൻ കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയുമായിരുന്നു അവൻ്റെ ഇരയാക്കി തീർത്തുകൊണ്ടിരുന്നത്. പിന്നീട് എപ്പോഴോ അവൻ്റെ കൂർത്ത കണ്ണുകൾ മനുഷ്യന് മേൽ പതിഞ്ഞു. ഏറ്റവും സുലഭമായി ലഭിക്കുന്നതും കിട്ടുവാൻ എളുപ്പമുള്ളതും താരതമ്യേന മറ്റ് മൃഗങ്ങളിൽ നിന്നും കീഴ്പ്പെടുത്തുവാൻ എളുപ്പമായതുമായ ഒരു ജീവിയായി മനുഷ്യനെ അവന് തോന്നിക്കാണണം. അങ്ങനെ മനുഷ്യ മാംസത്തിൻ്റെ രുചി അറിഞ്ഞവൻ പിന്നീട് ഒരു നരഭോജിയായി തീരുകയായിരുന്നു. അവൻ്റെ ആദ്യ ആക്രമണം 89 വയസ്സ് പ്രായമുള്ള ഒരു പയ്യന് നേരെയായിരുന്നു. സമയം സന്ധ്യയായി കാണണം. ചുറ്റുപാടും എങ്ങും അന്ധകാരം വ്യാപിച്ചു. ഗ്രാമത്തിലെ കുടിലുകളിലെല്ലാം റാന്തലിൻ്റെ വെളിച്ചം പ്രകാശിച്ചു നിന്നു. എങ്ങും നിശബ്ദത. അങ്ങനെയുള്ള ഒരു സമയം ഗ്രാമത്തിലെ ഒരു കുടിലിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്കിറങ്ങി. അത്താഴം കഴിച്ചതിന് ശേഷം മുറ്റത്തിറങ്ങി നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. ഇരുട്ടയിൽ മിന്നാമിനുങ്ങ് പറക്കുന്നതും അതുപോലെ തന്നെ അവൻ്റെ വീടിന് മുന്നിലെ വലിയൊരു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് മൂങ്ങ കരയുന്നതുമെല്ലാം സസൂക്ഷ്മം അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ്റെ അമ്മ അവൻ്റെ അച്ഛനുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു. നേരം കുറേ വൈകിയില്ലേ, നീ ഇനിയും അകത്തേക്ക് കയറ്, എന്തിനു വേണ്ടിയാണ് അവിടെ കാത്തു നിൽക്കുന്നത് എന്നെല്ലാം അവൻ്റെ അമ്മ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൻ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ചെറിയൊരു നിലാവുണ്ടായിരുന്നു. അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിൽ നിന്നും ചെറിയൊരനക്കം ആ പയ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, അവിടെ എന്തോ ഉണ്ട്, എന്തോ അനങ്ങുന്നു. അവൻ്റെ അച്ഛൻ പറഞ്ഞു, ചിലപ്പോൾ വല്ല പിശാചുക്കളും വല്ലതും ആയിരിക്കും, നീ ഇങ്ങ് പോരെ, ഇനിയും അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നാവ് വായിലേക്ക് ഇടുമ്പോൾ തന്നെ അവിടെ നിന്നും ഒരു വലിയ ഗർജനം ഉയർന്നു കേട്ടു. വായിലൂടെ പൊന്തി വന്ന ആ വലിയ വരയൻ പുലി അവിടെ നിന്ന് ആ കുട്ടിയുടെ മുകളിലേക്ക് വീഴുകയും അവൻ്റെ കഴുത്ത് കടിച്ച് ഒടിക്കുകയും കുടയുകയും ചെയ്തു. അതിനു മുന്നേയുള്ള അവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച ആ കുടുംബത്തെ ആകെ ഭയപ്പെടുത്തി. അവൻ്റെ പിതാവ് പുറത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ പിടിച്ച തൻ്റെ ഇരയെ കഴുത്തിൽ കടിച്ചു തൂക്കി അവർക്ക് നേരെ ഒരു നോട്ടം നോക്കിയതിന് ശേഷം അടുത്തുണ്ടായിരുന്ന ആ വലിയ വനത്തിലേക്ക് ഓടിപ്പോയി. കുറച്ചു ദൂരം ആ പിതാവ് ആ കടുവയെ പിന്തുടർന്നുവെങ്കിലും പിന്നീട് വനത്തിലേക്ക് കയറി അവനെ കണ്ടെത്തുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു, പൊട്ടിക്കരഞ്ഞു. അയാളുടെ നിലവിളിയും കരച്ചിലും കേട്ടാണ് അടുത്തുണ്ടായിരുന്നവർ അവിടേക്ക് ഓടിയെത്തിയത്. അപ്പോഴാണ് അവിടെ നടന്ന സംഭവം അയാൾ വിശദമായി പറയുന്നത്. തൻ്റെ മകനെ ആ കടുവ കൊണ്ടുപോയി എന്ന്. അവിടുത്തെ ആളുകൾ ഒരുപോലെ തന്നെ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി ഒരു കടുവയുടെ സാന്നിധ്യം ഗ്രാമത്തിലുണ്ടായിരുന്നു. എന്നാൽ ഗ്രാമത്തിലെ കന്നുകാലികളെ മാത്രമായിരുന്നല്ലോ അവൻ ആക്രമിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് അവനൊരു നരഭോജിയായി തീർന്നത്? അങ്ങനെ പല കാര്യങ്ങൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ഗ്രാമത്തലവൻ കടന്നു വന്നത്. അവിടുത്തെ ആളുകൾ എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞു. പിറ്റേന്ന് കാലത്തെ തന്നെ ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ അധികാരികളെ കാണുവാനും വേണ്ടി പോയിരുന്നു. നരഭോജിയായ കടുവ ഇറങ്ങിയിരിക്കുന്നു, അവനെ പിടിക്കുവാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അടുത്തുണ്ടായിരുന്ന വനത്തിൻ്റെയും മറ്റും ചുമതലയുള്ള അധികാരികളെ കാണുവാൻ വേണ്ടി പോയത്. അവർ വേണ്ട പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഗ്രാമത്തിലെ കന്നുകാലികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായത്. ഒരു ചെറിയ പ്രക്ഷോഭവും മറ്റും അവിടുത്തെ ആളുകൾ നടത്തി. അതിന് ഫലം കണ്ടു എന്ന് വേണം പറയുവാൻ. അവിടുത്തെ ഗവൺമെൻറ്
ആ കടുവയെ പിടിക്കുന്നവർക്കുള്ള ഒരു ഇനാം പ്രഖ്യാപിച്ചു. 100 രൂപയായിരുന്നു അതിനെ പിടിക്കുന്നവർക്ക് പ്രതിഫലമായി പ്രഖ്യാപിച്ചത്. അതിൽ ആകൃഷ്ടരായി പലരും ആ കടുവയെ പിടിക്കുവാൻ മുന്നിലേക്ക് വന്നു എങ്കിലും അതിലെ കേമനായ ഒരാളുണ്ടായിരുന്നു. ആ നാട്ടുകാരൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് നല്ലപോലെ അറിയാമായിരുന്നു പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമ്പോൾ ആ കടുവയെ കൊല്ലുന്നവർക്കുള്ള ഇനാം പ്രഖ്യാപിക്കുമെന്ന്. അദ്ദേഹം ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വേട്ടക്കാരനാണ്. ആനയെയും കടുവയെയും പുലിയെയും എല്ലാം വെടിവെച്ച് നല്ല പരിചയവും അദ്ദേഹത്തിനുണ്ട്. ധൈര്യശാലിയാണ്. അയാൾക്ക് ഒരു സഹായിയും കൂടിയുണ്ട്. ചിന്നയ്യ എന്നായിരുന്നു അയാളുടെ പേര്. തൻ്റെ സഹായിയും വിളിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ആ വലിയ വനത്തിലേക്ക് ഇനാം പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അയാൾ പോയി. പോകുമ്പോൾ അയാൾക്ക് ഉറപ്പായിരുന്നു ആ കടുവയെ കൊല്ലുവാൻ കഴിയുമെന്നും ഗവൺമെൻറ് നിശ്ചയിച്ച ആ ഇനാം തുക സ്വന്തമാക്കാൻ സാധിക്കുമെന്നും. എന്നാൽ മറിച്ചായിരുന്നു ഉണ്ടായത്. ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും നിലവിളിച്ചു കൊണ്ടുവന്ന സഹായിയാണ് അവിടുത്തെ ഗ്രാമീണർ കണ്ടത്. സഹായിയുടെ കയ്യിൽ ചിന്നയെ കൊണ്ടുപോയ റൈഫിലും ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് അവിടുത്തെ ആളുകൾ അവരോട് ചോദിച്ചു. അവനത് പറഞ്ഞു എന്താണ് ഉണ്ടായതെന്ന്. അവർ ഏകദേശം രാവിലെ തന്നെ വനത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരുന്നു. കുന്നിൻ ചെരുവിലൂടെ നടന്ന് അവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ചുള്ളിക്കമ്പുകൾ വെട്ടിമാറ്റി കുറ്റിക്കാടുകൾക്കിടയിലൂടെയും ചെറിയ അരുവികൾ മുറിച്ചു കടന്നും അവരുടെ യാത്ര മുന്നിലേക്ക് നീണ്ടുപോയി. അങ്ങനെ അവസാനം അവർ ആ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. പിന്നെ ആ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കുറച്ച് മൈലുകൾ സഞ്ചരിച്ചു. ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും ആ കടുവയുടെ കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി. അതിൽ ചിന്നയ്യയ്ക്ക് എന്തോ പന്തികേട് തോന്നി. തൻ്റെ സഹായിയോട് അടുത്തുണ്ടായിരുന്നൊരു വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറുവാനും ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുവാനും പറഞ്ഞു. അത് പറഞ്ഞത് പ്രകാരം ചിന്നയ്യയുടെ കൂടെ വന്ന സഹായി അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറി ചുറ്റുപാടും നിരീക്ഷിച്ചു. അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒന്നും തന്നെ ഇല്ല സാഹിബ്, എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. ആ കടുവയുടെ യാതൊരു സാന്നിധ്യവും ലഭിക്കുന്നുമില്ല. അവൻ പറഞ്ഞ് നാവ് വായിലോട്ടിട്ടതും ചിന്നയ്യയുടെ ഉച്ചത്തിലുള്ള ഒരു നിലവിളിയാണ് കേട്ടത്. മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അവൻ താഴേക്ക് നോക്കി. ഞങ്ങൾ മരത്തിലും മറ്റും കയറുന്നതുമെല്ലാം വീക്ഷിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ അവൻ മറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ മരത്തിന് മുകളിലേക്ക് കയറിയ സമയം അവൻ്റെ ശ്രദ്ധ തെറ്റിയ സമയം ആ കടുവ കുറ്റിക്കാടിൽ നിന്നും പുറത്തേക്ക് വരികയും ചിന്നയ്യയുടെ നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു ചെയ്തത്. ഞാൻ കാണുമ്പോൾ ആ കടുവ ചിന്നയ്യയുടെ പുറത്തേക്ക് കയറി കിടക്കുകയാണ്. അതിനുശേഷം അവൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഉപയോഗിച്ച് ചിന്നയ്യയുടെ കഴുത്ത് കടിച്ചു മുറിക്കുന്ന കാഴ്ച. രക്തം ചീറ്റിത്തെറിക്കുകയാണ്. അയാൾ ജീവന് വേണ്ടി പിടയുകയാണ്. ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. അയാളുടെ കൈവശത്ത് നിന്നും ആ റൈഫിൽ ദൂരേക്ക് തെറിച്ചു വീണിരിക്കുന്നു. അതിനുമെല്ലാം ചോര തെറിക്കുകയാണ്. പിന്നെ പതിയെ പതിയെ അയാളുടെ പിടച്ചിൽ അവസാനിച്ചു. ഞരക്കം അവസാനിച്ചു. ഇര പൂർണ്ണമായും നിശ്ചലനായ ശേഷം ആ കടുവ ഇരയുടെ കഴുത്തിലേക്ക് വീണ്ടും കടിക്കുകയും അവനെ തൂക്കിയെടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ വലിച്ചിടിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ആ വലിയൊരു കുറ്റിക്കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ആ കടുവയെയോ തനിക്കൊപ്പം അവിടേക്ക് വന്ന ചിന്നയെയോ കണ്ടെത്തുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. വീണ്ടും മണിക്കൂറുകളോളം അയാൾ ആ മരത്തിന് മുകളിൽ പേടിച്ചു വിറച്ച് ചെലവഴിച്ചു. ആ കടുവയുടെ സാന്നിധ്യം പൂർണ്ണമായും മാറിയതിന് ശേഷമാണ് അയാൾ ആ വലിയ മരത്തിന് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതും അവിടെ ചിന്നയുടേതെന്ന് പറയുവാൻ അവശേഷിച്ച ആ തോക്കെടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് ചെന്നതും. ഈ കഥയായിരുന്നു അയാൾ ആ ഗ്രാമത്തലവനോടും മറ്റാളുകളോടും പറഞ്ഞത്. ഇത് കേട്ടതും അവിടുത്തെ ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഭയം ഇരച്ചു കയറുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ ആ ഗ്രാമത്തിലെ ആളുകളുടെ പ്രതീക്ഷ അസ്തമിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയമാണ് പുറത്തുനിന്നും അകത്തു നിന്നുമുള്ള പല വേട്ടക്കാരും ആ കടുവയെ പിടിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയത്. എന്നാൽ അവനെ തിരഞ്ഞ് വനത്തിലേക്ക് പോകുന്നവർ പിന്നീട് ഒരിക്കലും തിരികെ ആ ഗ്രാമത്തിലേക്ക് വന്നില്ല. പിന്നെ പതിയെ അവനെ തിരക്കിയുള്ള വേട്ടക്കാരുടെ ഒരൊഴുക്ക് അവസാനിച്ചു. ഗ്രാമത്തിലെ ആളുകൾ അവരുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ ഭയപ്പെട്ടു. രാത്രികാലങ്ങളിലാണ് ആ കടുവയുടെ വലിയ ആക്രമണങ്ങൾ ആ ഗ്രാമത്തിൽ അരങ്ങേറുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ അവരുടെ കുടിലുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ പോലും ആളുകൾ ഭയന്നു. എന്തിനു പറയണം, സന്ധ്യയാകുമ്പോഴേക്കും അവിടുത്തെ ആളുകൾ തങ്ങളുടെ കൂരകളിലേക്ക് പോയി മറയുകയാണ് ചെയ്യുക. പിന്നീട് അവർ എത്ര ആവശ്യം വന്നാലും കുടിലുകളിൽ നിന്നും പുറത്തേക്ക് വരാറില്ല. പല സമയങ്ങളിലും അവരുടെ ഗ്രാമത്തിന് ചുറ്റും ആ കടുവ നടക്കുന്നതിൻ്റെയും ഉച്ചത്തിൽ ഗർജിക്കുന്നതിൻ്റെയും ശബ്ദം കേൾക്കുവാൻ കഴിയുമെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യവും ഗ്രാമത്തലവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവൻ്റെ വിശപ്പിൻ്റെ ഉഗ്രമായ ഗർജനം ഉയർന്നു വരുന്നതും കേട്ടിട്ടുണ്ട്. പിന്നീട് അവൻ അവിടുത്തെ ആളുകൾ വളർത്തിയിരുന്ന കന്നുകാലികളിലും വളർത്തു മൃഗങ്ങളിലും അവൻ അഭയം പ്രാപിച്ചു. സഹിയട്ട ആളുകൾ പിന്നീടും പ്രതിഷേധങ്ങൾ ഉയർത്തി. അങ്ങനെ അതിനൊടുവിൽ
അവനെ പിടിക്കുന്നവർക്കുള്ള പ്രതിഫലത്തുക ഇരട്ടിയാക്കി 100-ൽ നിന്നും 200-ലേക്ക്. അക്കാലത്ത് 200 രൂപ എന്നതിനൊക്കെ നല്ല മൂല്യമുള്ള കാലമാണ്. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഗ്രാമത്തിൽ ഇപ്പോൾ നല്ല തിരക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവരുടേതായ തിരക്കിൽ മുഴുകിയിരിക്കുന്നു. പച്ചക്കറികളും സാധനങ്ങളും വാങ്ങുന്നു. വളരെ വേഗം അവർ അവരുടെ കുടിലുകളിലേക്ക് മടങ്ങുന്നു. ആർക്കും ഒന്നിനും സമയമില്ലാത്തതുപോലെ. ഞാൻ പലരെയും വിളിച്ചുവെങ്കിലും ആരും എന്നെ മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോകുകയാണ് ചെയ്തത്. എന്തോ തിരക്കിലെന്ന മട്ടിൽ, എന്തിനെയോ ഭയക്കുന്നു എന്ന മട്ടിൽ. അങ്ങനെ ഞാനൊരു മൺകുട കച്ചവടക്കാരനെ കണ്ടെത്തി. അദ്ദേഹത്തെ ഞാൻ ഉറക്കെ വിളിച്ചു. അയാൾ ഒരു നിമിഷം നിൽക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ആ തിരിഞ്ഞു നോട്ടത്തിൽ അയാൾക്ക് എൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന റൈഫിൾ ഒരുപക്ഷെ കാണുവാൻ സാധിച്ചിരിക്കണം. അയാൾ അവിടെ നിന്നു. എനിക്ക് നേരെ തിരിഞ്ഞ് നടന്നു വന്നു. അദ്ദേഹം തലയിൽ ചുവന്നു കൊണ്ടുവന്ന ആ മൺകലത്തിൻ്റെ വലിയ കൊട്ട താഴേക്ക് ഇറക്കി വെച്ചു. കാര്യം എന്താണെന്ന് തിരക്കി. സാബ്, താങ്കളൊരു വേട്ടക്കാരനാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എനിക്ക് ചെലവഴിക്കുവാൻ അധികം സമയമൊന്നുമില്ല. താങ്കൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഏതാണ്? സാർ, ഈ സമയം താങ്കൾക്ക് തെറ്റിയിരിക്കുന്നു. ഈ അസമയത്ത് അവിടേക്ക് പോകുന്നതെല്ലാം അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ആ കടുവയെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്ന് തോന്നുന്നു. ഇതിനോടകം ഏകദേശം 4 ശിക്കാരികളെയാണ് അവൻ്റെ ഇരയാക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ ചിമ്മയ്യയും പെടും. ചിന്നയ്യയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ കടുവ പിടിച്ചത്. അതിക്രൂരമായാണ് അവനെ കൊന്നത്. ശരീരം പോലും ഇതുവരെയും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ കൂട്ടാളിക്ക് ഭ്രാന്ത് പിടിച്ചു. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആരും തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഭയക്കുന്നു, മടിക്കുന്നു. അവരുടെ കന്നുകാലിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടാലും കരച്ചിൽ കേട്ടാലും ആരും ആ ഭാഗത്തേക്ക് പോലും പോകുവാൻ മടിക്കുന്നു. ഇതിനുള്ള എല്ലാം ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇവിടേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ കടുവ തന്നെയാണ്. നരഭോജി കൊതിയനായ ആ കടുവ. താങ്കൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടെ നിന്നും നേരെ പോകുക. നേരെ കുറച്ചു ദൂരം ചെല്ലുമ്പോഴേക്കും ഇടത്തേക്ക് ഒരു ചെറിയൊരു വളവ് കാണും. ആ വളവ് തിരിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോയി ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമത്തലവൻ്റെ വീട് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ 2 റാന്തലുകൾ കത്തിച്ചു വെച്ചിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്താനുള്ള ഏറ്റവും വലിയ അടയാളം. ഇത് മനസ്സിൽ കുറിക്കുക. ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല സാബ്. നമുക്ക് ശുഭമെങ്കിൽ നാളെ കാണാം. ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും അയാൾ നടന്നു. അവിടെ നിന്നും കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് എനിക്ക് ഗ്രാമത്തലവൻ്റെ വീട് കാണുവാൻ സാധിച്ചത്. ഗ്രാമത്തെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു വീട് തന്നെയാണ് ഗ്രാമത്തലവൻ്റേത്. അയാൾ പറഞ്ഞതുപോലെ വീടിന് മുന്നിൽ 2 റാന്തലുകൾ കത്തിച്ചിരിക്കുന്നു. അതിന് മുന്നിൽ ഒരൊഴിഞ്ഞ തൊഴുത്തും എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഉറക്കെ വിളിച്ചു. ആരുമില്ലേ, ആരുമില്ലേ? താങ്കളെ കാണുവാൻ വേണ്ടി അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലത്തു നിന്നും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറെ സമയത്തിന് ശേഷം വാതിൽ തുറന്നു. ഒരാൾ പുറത്തേക്കിറങ്ങി. ഒരു വെള്ള തലയ്ക്കെട്ട് അയാളുടെ തലയിൽ കെട്ടിയിരുന്നു. നിങ്ങൾ അവിടെ നിൽക്കാതെ വളരെ വേഗം അകത്തേക്ക് വരും, അയാൾ പറഞ്ഞു. അയാളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അയാളുടെ വീടിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു. അവിടേക്ക് വരുന്നവർക്ക് ഇരിക്കുവാൻ വേണ്ടിയുള്ള കസേരയിൽ ഞാനിരുന്നു. ഇതെല്ലാം വീടിനകത്താണ്. ആ റാന്തലിൻ്റെ വെളിച്ചത്തിലാണ് അയാൾ എൻ്റെ മുഖം വളരെ വ്യക്തമായി തന്നെ കാണുന്നത്. സാബ്, താങ്കളോ? താങ്കൾ എന്താണ് ഇവിടെ? നിങ്ങളെ കാണുവാൻ വേണ്ടി ഞാൻ വരാനിരിക്കുകയായിരുന്നു. എന്തായാലും താങ്കൾ വന്ന സമയം നന്നായിരിക്കുന്നു. അപ്പോൾ അകത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. ആരാണ് അയാൾ? വൈജയന്തി, നിനക്കറിയുവാൻ യാതൊരു വഴിയുമില്ല. ഇതെൻ്റെ പഴയൊരു സുഹൃത്താണ്. ഇദ്ദേഹം ഏറ്റവും വലിയ വേട്ടക്കാരനാണ്. നിരവധി മനുഷ്യർക്ക് ഹാനികരമാകുന്ന മൃഗങ്ങളെ വേട്ടയാടി കൊന്നിട്ടുണ്ട്. നല്ല പരിചയസമ്പത്തുള്ള അത്യാവശ്യം നല്ലൊരു വേട്ടക്കാരനാണ് അദ്ദേഹം. ധാരാളം ഭൂസമ്പത്തുണ്ട്, കൃഷിയുണ്ട്, തോട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തെയാണ് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത്. അദ്ദേഹം തൻ്റെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞു. സാഹിബ്, ഞങ്ങളിപ്പോൾ ഏറ്റവും വലിയ ദുഃഖാവസ്ഥയിലാണ്. എൻ്റെ തൊഴുത്തങ്ങ് കണ്ടു കാണുമല്ലോ, ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം 12-നടുത്ത് പശുക്കൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും തന്നെയില്ല. 2 ദിവസം മുന്നെയാണ് എൻ്റെ തൊഴുത്തിലെ അവസാന പയ്യനെയും ആ നരഭോജി കടുവ പിടികൂടി കൊണ്ടുപോയത്. അതിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ടും കരച്ചിൽ കേട്ടിട്ടും എനിക്കതിനെ രക്ഷിക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിച്ചില്ല. കാരണം മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു സംഭവമാണ്. ഇതുപോലെ തന്നെ ഒരു വൈകുന്നേരത്ത് എൻ്റെ തൊഴുത്തിൽ നിന്നും കന്നുകാലിയുടെ വല്ലാത്ത ശബ്ദം ഉയർന്നു കേട്ടു. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി
ഞാനൊരു കമ്പും ടോർച്ചും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ കന്നിൻ്റെ കഴുത്തിൽ ഒരു വലിയ കടുവ കടിച്ചു തൂങ്ങി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ഞാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും കമ്പ് വീശി എറിയുകയും എല്ലാം ചെയ്തു അവനെ തുരത്തുവാൻ വേണ്ടി. എന്നാൽ എപ്പോഴാണോ അവൻ പിടികൂടിയ ആ മൃഗം ചത്ത് നിലത്തേക്ക് വീണത്, അപ്പോൾ ആ പിടി വിട്ടതിന് ശേഷം അവൻ എനിക്ക് നേരെ മുരണ്ടുകൊണ്ട് നടന്നെടുക്കുകയായിരുന്നു. പന്തിയേട് തോന്നിയ ഞാൻ വളരെ വേഗം എൻ്റെ വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. കഥകിൽ അവൻ ശക്തിയായി മാന്തിയതിൻ്റെ പാട് ഇപ്പോഴും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. തലനാഴിലേക്കാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോഴാണ് എന്നെ സഹായിക്കുവാൻ വേണ്ടി നാട്ടിൽ നിന്നും ഒരു വേട്ടക്കാരൻ അവനെ പിടിക്കുവാൻ വേണ്ടി കാലടയാളങ്ങളെ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് പോയത്. എന്നാൽ അയാൾ പിന്നീട് തിരികെ മടങ്ങി വന്നിട്ടില്ല. താങ്കൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ താമസിക്കാം. ഞാൻ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം താങ്കൾക്ക് ഒരുക്കി തരാം. അതിൻ പ്രകാരം അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഞാൻ അന്ന് രാത്രിയിൽ അവിടെ തങ്ങി. അദ്ദേഹം എനിക്കായി മനോഹരമായ ഒരു മുറി തന്നെയാണ് ഒരുക്കി തന്നത്. എൻ്റെ തോക്ക് അവിടുത്തെ ഭിത്തിയിൽ തൂക്കിയിട്ടു. ആ കട്ടിലിൽ ഞാൻ ഇരുന്നു സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങി. ഏകദേശം 5 ദിവസം എടുത്തു ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി. ഒരു ദിവസം മുന്നേ ഇവിടേക്ക് ഞാൻ എത്തേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ പോയി ഈ കടുവയെ കൊല്ലുവാൻ വേണ്ടിയുള്ള എല്ലാ നിയമപ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുകയും അതിനുള്ള ഉത്തരവ് വാങ്ങിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. അതിൻ്റെ ഉത്തരവ് എൻ്റെ കൈവശം ഇപ്പോഴുമുണ്ട്. കാരക്കുടിയിലെ ഗ്രാമത്തലവൻ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി വന്നത്. ഭാര്യയ്ക്കും വളരെയധികം സന്തോഷമായി. നിങ്ങൾക്ക് ഇത്രയും നാൾ വലിയ വിഷമങ്ങളും ദുഃഖങ്ങളുമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇത്രയും പെട്ടെന്ന് അവയെല്ലാം എങ്ങനെയാണ് മാറിയത്? ഗ്രാമത്തലവൻ പറഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയുമോ? നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അദ്ദേഹം ഒരു വേട്ടക്കാരനാണെന്ന്. ഇതിലെന്ത് പുതുമയാണുള്ളത്? ഇതിനു മുന്നേയും 4 പേർ അവനെ പിടിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയതല്ലേ? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഗ്രാമത്തലവൻ പറഞ്ഞു. അവരെ പോലെയല്ല ഈ വന്നിരിക്കുന്നവൻ. മൃഗങ്ങളെ പിടിക്കുവാനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ചവനാണ്. അവൻ്റെ 14ാമത്തെ വയസ്സിലാണ് അവൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. 14ാമത്തെ വയസ്സിലോ? അതെ. അന്ന് അവരുടെ ഗ്രാമത്തിൽ ഒരു സംഭവം അരങ്ങേറി. അവൻ്റെ പിതാവ് നാട്ടിലെ പേരുകേട്ട ഒരു വേട്ടക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഒരു തോട്ടം ഉടമയും ഒരു വെള്ളക്കാരൻ്റെ ജോലിക്കാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലാണ് ഇവർ താമസിച്ചു കൊണ്ടിരുന്നത്. അയാളുടെ പേര് ജോൺ സിൽവർ എന്നാണ്. അദ്ദേഹം വഴി നല്ല രീതിയിലുള്ളൊരു പരിശീലനം തന്നെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതും തൻ്റെ 14ാമത്തെ വയസ്സിന് മുന്നേ. മിസ്റ്റർ സിൽവർ ഒരു കിറുക്കനാണ്. കിറുക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടൽ ഒരു വിനോദവും കച്ചവടവുമായി കൊണ്ടു നടക്കുന്നവൻ. മൃഗങ്ങളെ വേട്ടയാടി അവയിൽ നിന്നും ലഭിക്കുന്ന തൊലിയും കൊമ്പും പല്ലും നഖങ്ങളുമെല്ലാം വലിയ വിലയിൽ വെളിരാജ്യങ്ങളിലെ മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. അതുപോലെ തന്നെയാണ് തമ്പിയുടെ പിതാവും. അദ്ദേഹവും ഒരു വേട്ടക്കാരൻ തന്നെയാണ്. ഇവരിരുവരും ചേർന്നാണ് വനത്തിനുള്ളിൽ വേട്ടയാടാൻ പോകുന്നതും മൃഗങ്ങളെ വേട്ടയാടുന്നതും. അതുപോലെ വനമിറങ്ങി നാട്ടിലേക്ക് വരുന്ന മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലുന്നതും. ഇതെല്ലാം കണ്ടാണ് തമ്പിയും വളർന്നു വന്നത്. അതിനാൽ തന്നെ തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ തോക്ക് കൈകാര്യം ചെയ്യുവാനും മൃഗങ്ങളെ വേട്ടയാടേണ്ട രീതികളെ പറ്റിയുമെല്ലാം അദ്ദേഹത്തിന് നല്ല അറിവാണുള്ളത്. ചില സമയങ്ങളിൽ മിസ്റ്റർ സിൽവർ ഇവൻ്റെ കൈവശം തോക്ക് കൊടുക്കാറുണ്ട്. ചെറിയ ചെറിയ മൃഗങ്ങളെ അവൻ വെടിവെച്ച് കൊന്നിട്ടുമുണ്ട്. അദ്ദേഹം പണ്ടെന്നോട് പറഞ്ഞ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു നൽകാം. അതിനുശേഷം അദ്ദേഹം ആരാണെന്ന് ഞാനും പറയാം. തമ്പിയും തമ്പിയുടെ പിതാവും മിസ്റ്റർ സിൽവറും കൂടി ഒരിക്കൽ ഒരു വനപാതയിലൂടെ ഒരു കൂട്ടം മാനിനെ വേട്ടയാടുവാൻ വേണ്ടി പോകുകയായിരുന്നു. അവിടെ നിന്നും ഏകദേശം 2 മൈലുകൾക്കപ്പുറമുള്ള അതുവഴി ഒഴുകുന്ന ഒരു നദിയുടെ തീരത്തേക്കാണ് അവർ പോകുന്നത്. സായാഹ്ന സമയത്ത് അവിടേക്ക് വെള്ളം കുടിക്കുവാൻ എത്തുന്ന മാനുകളെ വെടിവെച്ചിടുക എന്ന ഉദ്ദേശത്തോടെയാണ് അവർ പോയത്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അവർക്ക് മുന്നിലേക്ക് അപ്രത്യക്ഷമായി ഒരു കൊമ്പൻ കടന്നു വന്നു. കടന്നു വരിക മാത്രമല്ല ചെയ്തത്, ഇവരെ കണ്ടുകൊണ്ട് ഇവർക്ക് നേരെ ചീറി അടുക്കുക പോലും ചെയ്തു. അങ്ങനെ ചീറിയടുത്ത കൊമ്പന് മേൽ യാതൊരു ഭയവും കൂടാതെ മിസ്റ്റർ സിൽവർ തൻ്റെ തോക്ക് ചൂണ്ടി നിറയൊഴിച്ചു. ആ കാഴ്ച കുട്ടിയായിരുന്ന തമ്പിയുടെ മനസ്സിലേക്ക് പകർന്നു നൽകിയ ധൈര്യം എത്രയാണെന്ന് അവൻ്റെ വാക്കുകളിലൂടെ അന്നെനിക്ക് മനസ്സിലായതാണ്. അന്ന് കിട്ടിയ ആ ഊർജമാണ് തൻ്റെ 14ാമത്തെ വയസ്സിൽ തോക്കെടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അയാൾ പറഞ്ഞു.
മിസ്റ്റർ സിൽവറിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം പല ജീവികളെ വേട്ടയാടേണ്ട രീതികളെപ്പറ്റി വളരെ വിശദമായി തന്നെ തമ്പിയോടും തമ്പിയുടെ പിതാവിനോടും പറഞ്ഞു നൽകാറുണ്ട്. ആനയെയും പുലിയെയും കടുവകളെയും വേട്ടയാടേണ്ട രീതികൾ വളരെ വിശദമായി തന്നെ ചെറുപ്രായത്തിൽ തമ്പി മനസ്സിലാക്കിയിരുന്നു. വേട്ടയാടാൻ പോകുമ്പോൾ ദിശ മനസ്സിലാക്കേണ്ടതിൻ്റെയും കാൽപ്പാടിൽ നിന്നും അവയുടെ വിസർജ്യത്തിൽ നിന്നും ദൂരവും ദിക്കും മനസ്സിലാക്കുന്നതിനെ പറ്റിയും എല്ലാമുള്ള അറിവ് കൊച്ചിലെ തന്നെ അയാൾ പ്രാപ്തമാക്കിയിരുന്നു. എന്താണ് ഈ 14-ാം വയസ്സിൽ സംഭവിച്ചതെന്ന് ഒന്ന് വ്യക്തമായി പറയാം. തങ്ങളുടെ ബിസിനസ് ആവശ്യപ്രകാരം മിസ്റ്റർ സിൽവറും തമ്പിയുടെ പിതാവും ബംഗ്ലാവിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവർ പോയിരുന്നത് പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കച്ചവടക്കാരനെ കാണുവാൻ വേണ്ടിയാണ്. വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള യാത്രകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുട്ടിയായിരുന്ന തമ്പിയെ അവിടുത്തെ വാച്ച്മാനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് പിതാവ് പോകുന്നത്. അവർ പോയി ഏകദേശം 3 ദിവസങ്ങൾക്കപ്പുറം അവരുടെ ഗ്രാമത്തിലേക്ക് വനത്തിൽ നിന്നും ഒരു കാട്ടാന വന്നു. അവൻ്റെ ശല്യം വലിയ രീതിയിൽ തന്നെ ആ ഗ്രാമത്തെ പിടികൂടി. അവൻ്റെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ മരണം വരിക്കുക എന്നതു മാത്രമാണ് മുന്നിലുള്ള ഒരു മാർഗം. അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ എണ്ണം വളരെ ചുരുക്കവുമാണ്. ഗ്രാമത്തിലെ ഒരാൾ തോട്ടത്തിൽ നിന്നും വരുന്ന വഴിയിൽ ആ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. ഒരു ദയാദാക്ഷിണ്യവും പോലുമില്ലാതെ ആ കാട്ടാന അവിടെ വെച്ച് അയാളെ ചവിട്ടി അരച്ചു. പിറ്റേന്ന് കാലത്തെ അയാളെ തിരക്കി വന്ന ആളുകൾ ചതഞ്ഞരഞ്ഞ ശരീരം വാരിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. അല്ലറ ചില്ലറ നാശനഷ്ടങ്ങൾ തോട്ടത്തിലും ആ കാട്ടാന ഉണ്ടാക്കി. ആനയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ തോട്ടത്തിലെ തൊഴിലാളികൾ തങ്ങളുടെ പണി നിർത്തിവെക്കുക പോലും ഉണ്ടായി. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ചെറിയ മേഖലയുണ്ട്. തോട്ടത്തിൽ നിന്നും മാറി വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ചെറിയ മേഖലയുള്ളത്. ചെറിയ കുടിലുകളിലും മറ്റുമാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ആന അവിടേക്കും വന്നു. ഭയന്നു നിന്ന ഗ്രാമത്തിലെ കുറച്ചു പേർ ബംഗ്ലാവിലേക്ക് വന്നിരുന്നു. മിസ്റ്റർ സിൽവറും തമ്പിയുടെ പിതാവും എപ്പോൾ വരുമെന്നറിയുവാൻ വേണ്ടിയായിരുന്നു അവർ എത്തിയിരുന്നത്. എന്നാൽ അവർക്ക് കടുത്ത നിരാശ മാത്രമായിരുന്നു സമ്മാനിച്ചത്. ഏകദേശം ഒരാഴ്ചയ്ക്കപ്പുറം മാത്രമേ അവർ മടങ്ങി വരൂ എന്ന നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് അവർക്ക് അവിടെ നിന്നും അറിയുവാൻ സാധിച്ചത്. വാച്ച്മാൻ പറയുന്നതെല്ലാം തമ്പി കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്തെ വിഷമങ്ങളും എല്ലാം അവൻ്റെ കുഞ്ഞു മനസ്സിനെ പിടിച്ചൊലച്ചിരിക്കണം. തൻ്റെ പിതാവിൻ്റെ തോക്ക് തന്നെ നോക്കി ഭിത്തിയിലിരിക്കുന്നതായി അവന് തോന്നി. അവനത് പതിയെ എടുക്കുകയും ഉയർത്തുകയും ചെയ്തു. പല തവണയും അവൻ തൻ്റെ തോളിനോട് ചേർത്ത് വെച്ച് നിറയൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരകളും അവിടെ തന്നെയുണ്ട്. അതെല്ലാം അവൻ ഒരു നിമിഷത്തേക്ക് നോക്കി. തോക്കൊന്ന് തുടച്ചു, റീലോഡ് ചെയ്തു. സേഫ്റ്റി ക്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ആ ഭിത്തിയിൽ തന്നെ തൂക്കി. പിതാവിൻ്റെ അനുവാദമില്ലാതെ എങ്ങനെ ഇത് ഉപയോഗിക്കും? ആശയക്കുഴപ്പത്തിലായിരുന്നു അവനപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് രാത്രിയിൽ ഒരു സംഭവം അവിടെ അരങ്ങേറി. അവരുടെ ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നും വലിയൊരു നിലവിളിയാണ് കേട്ടത്. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ജനാലയിൽ നിന്നും പുറത്തേക്ക് തമ്പി നോക്കി. മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം തൊഴിലാളിയാണ് കണ്ടത്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന അലർച്ചയും കേൾക്കാമായിരുന്നു. മഴ അപ്പോഴേക്കും ശാന്തമായിരുന്നു. എങ്ങും ചെളിയും വെള്ളവുമായിരുന്നു. തമ്പി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ആന വീണ്ടും വന്നിരിക്കുന്നു. ഗ്രാമത്തിലെ ഒരാളെ ചവിട്ടി അരച്ചു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ വിവരം എങ്ങനെയെങ്കിലും മോൻ്റെ പിതാവിനെയും മിസ്റ്റർ സിൽവറിനെയും അറിയിക്കണം. അവരെന്ത് തിരക്കാണെങ്കിലും വളരെ വേഗം തന്നെ ഇവിടേക്ക് എത്തും എന്നും പറഞ്ഞു. അയാളെ അവിടെ നിന്ന വാച്ച്മാൻ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം മതിയായിരുന്നു അവന് തൻ്റെ ഭിത്തിയിൽ തൂങ്ങിയാടിയിരുന്ന ആ റൈഫിൾ എടുക്കുവാൻ. പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. ആ റൈഫിൾ എടുത്തുകൊണ്ട് അടുത്തുണ്ടായിരുന്ന തൊഴിലാളികൾ അധിവസിച്ച ആ സെറ്റിൽമെൻറ്റിന് നേരെ നടന്നു നീങ്ങി. അതിനടുത്തെത്താറായപ്പോഴേക്കും അദ്ദേഹം ആനയുടെ വലിയ അലർച്ച കേട്ടിരുന്നു. അതോടെ അയാൾ അല്പസമയത്തേക്ക് തൻ്റെ നടത്ത അവസാനിപ്പിച്ചു. ചുറ്റുപാടും നോക്കി. മുഴുവൻ ഇരുട്ടാണ്. സെറ്റിൽമെൻറ്റിൽ അവിടെ ഇവിടെയായി റാന്തലിൻ്റെ പ്രകാശം കാണുവാൻ സാധിക്കും. അദ്ദേഹം വീണ്ടും തൻ്റെ നടപ്പ് തുടർന്നു. ഇറക്കമിറങ്ങി അദ്ദേഹം നടന്നെത്തിയത് അല്പം ചെളി നിറഞ്ഞ ഒരു സ്ഥലത്തേക്കായിരുന്നു. അവിടെ നിന്നും പതിയെ മുന്നിലേക്ക് നടന്നു. വളരെ സാവധാനമാണ് പിന്നീടുള്ള ഓരോ കാൽവെപ്പും അയാൾ മുന്നിലേക്ക് വെച്ചത്. അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ഒരു പക്ഷേ ആന തനിക്ക് നേരെ തിരിഞ്ഞാൽ വെടിയുതിർക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ ചെളി നിറഞ്ഞ അവസ്ഥയിൽ ഇവിടെ നിന്ന് മൂടി രക്ഷപ്പെടുക എന്നത് സാധിക്കുകയില്ല.
അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അവൻ്റെ ലിസ്റ്റിൽ അവൻ്റെ പേരും ഉൾപ്പെടുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നപ്പോൾ അങ്ങ് ദൂരെ ഒരു റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഒരു കറുത്ത രൂപം മാറുന്നത് അയാൾ കണ്ടു. താൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 200-300 അടി അകലെയായിരുന്നു. സെറ്റിൽമെൻറ്റിനുള്ളിലായിരുന്നു. വീണ്ടും പതിയെ പതിയെ അതിനരികിലേക്ക് നടക്കുകയും സെറ്റിൽമെൻറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും നിലത്തേക്ക് കിടക്കുകയും ഇഴയുകയും ചെയ്തു. അങ്ങനെ ഇഴഞ്ഞ് പതിയെ പതിയെ ഒരു കുടിലിന് അരികിൽ വന്ന് കിടന്നു. ആനയും തമ്പിയും തമ്മിലുള്ള ദൂരം അപ്പോൾ വെറും 50 മീറ്ററിൽ താഴെയായിരുന്നു. അവനിപ്പോൾ നിൽക്കുന്നത് ഒരു കുടിലിന് മുന്നിലാണ്. അവൻ്റെ ശ്രദ്ധ ഇവിടേക്ക് കൊണ്ടുവരുത്തേണ്ടതുണ്ട്. അവൻ്റെ പുറകുവശം മാത്രമാണ് ഇപ്പോൾ റാന്തലിൻ്റെ വെളിച്ചത്തിൽ തമ്പിക്ക് കാണുവാൻ സാധിക്കുക. തമ്പി ചുറ്റുപാടും നോക്കി ഒന്നാലോചിച്ചു എന്ത് ചെയ്യണമെന്നറിയുവാൻ വേണ്ടി. അദ്ദേഹം തന്നെ അരികിൽ കടന്നിരുന്ന ഒരു മൺകുടമെടുത്ത് ആനയുടെ സമീപത്തേക്ക് എറിഞ്ഞു. ശബ്ദം കേട്ട ആന അവിടേക്ക് തിരിയുകയും നടന്നടുക്കുകയും ചെയ്തു. ചുറ്റുപാടും നോക്കി. എവിടെ നിന്നുമാണ് ശബ്ദം ഉയർന്നു വന്നതെന്ന് ആനയ്ക്ക് മനസ്സിലായി കാണുകയില്ല. അപ്പോഴേക്കും തമ്പിയും ആനയും തമ്മിലുള്ള ദൂരം 25 അടിയിലും താഴെയായി. നിലത്ത് കിടന്നിരുന്ന തമ്പി തൻ്റെ കാലുകൊണ്ട് അടുത്ത് കിടന്നിരുന്ന മൺകുടത്തിൽ ആഞ്ഞു ചവിട്ടി. ചവിട്ടിൻ്റെ ആഘാതത്തിൽ ആ മൺകുടം ഉടയുകയും ശബ്ദം പുറത്തു വരികയും ചെയ്തു. ആനയുടെ ശ്രദ്ധ അവിടേക്ക് കേന്ദ്രീകരിക്കുകയും പതിയെ നടന്നു വരുവാനും തുടങ്ങി. ആന തമ്പിയുടെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിലായതും കൃത്യമായി മസ്തകത്തിലേക്ക് നോക്കി തമ്പി തൻ്റെ കാഞ്ചി വലിച്ചു. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു പ്രകാശം മുന്നിലേക്ക് പാഞ്ഞു. ഉച്ചത്തിലുള്ള ശബ്ദവും തിര തറച്ചു കയറിയത് ആനയുടെ മസ്തകത്തിലേക്കായിരുന്നു. ഒരു നിമിഷത്തേക്ക് ആ ആന അവിടെ അനങ്ങാതെ നിന്നു. ഒന്ന് വിറച്ചു. പിന്നീട് ചരിഞ്ഞ് നിലത്തേക്ക് വീണു. പൂർണ്ണമായും അവൻ്റെ അനക്കം നിലച്ചതിന് ശേഷം തമ്പി പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. ആനയുടെ അരികിലേക്ക് നടന്നു. തൻ്റെ തോക്കിൻ കുഴലുകൊണ്ട് ആനയുടെ തുമ്പിക്കയിൽ ഒന്നുകൂടി തൊട്ടു. മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. ആ വലിയ കൊമ്പൻ്റെ കൊമ്പിലേക്ക് അയാൾ കയറിയിരുന്നു. തോക്കിൻ്റെ പിടി താഴെയും തുമ്പ് കയ്യിലും വരുന്ന രീതിയിൽ അയാൾ കയറിയിരുന്നു. സെറ്റിൽമെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ ചെറിയ കുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തി. ആ കാഴ്ച കണ്ടവർ അമ്പരന്നു. ഒരു ചെറിയ ബാലൻ വലിയൊരു ആനയെ വീഴ്ത്തിയിരിക്കുന്നു. അന്ന് തൊട്ട് അവന് മറ്റൊരു പേരും വീണു, കൊച്ചുകൊമ്പൻ. സംഭവം നടന്ന് ദിവസങ്ങൾക്കപ്പുറമാണ് മിസ്റ്റർ സിൽവറും തമ്പിയുടെ പിതാവും ഈ വിവരം അറിഞ്ഞത്. തമ്പിയുടെ പിതാവ് ഉച്ചത്തിൽ ശാസിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തെ മിസ്റ്റർ സിൽവർ തടഞ്ഞു. ഇവനിൽ നല്ലൊരു ഭാവിയുണ്ട്. ഇവനെ ഒന്നുകൂടി തേച്ചു മിനുക്കിയെടുത്താൽ ഏറ്റവും വലിയ നല്ല വേട്ടക്കാരൻ തന്നെയാകും. എന്നേക്കാളും നിന്നേക്കാളും എല്ലാം മുകളിൽ ഇവൻ എത്തുകയും ചെയ്യും. അങ്ങനെ കൂടുതൽ പാഠങ്ങൾ മിസ്റ്റർ സിൽവർ അവന് പകർന്നു നൽകി. അവനെ ചെത്തി മിനുക്കി 18ാമത്തെ വയസ്സിൽ നല്ലൊരു വേട്ടക്കാരനാക്കി മാറ്റി. ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥ. ഇനിയും പറ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇനിയും വിഷമിക്കുന്നത്? അദ്ദേഹം പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ തോട്ടത്തിൽ പുതുതായി എത്തിയ തോട്ടം തൊഴിലാളി മുഖേനയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഈ കടുവയെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ഇതിനെ കേട്ടപ്പോൾ മുതൽ ഇവനെ പിടിക്കുവാനുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ അവനെ പിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ തുടങ്ങി. എന്നെ സഹായിക്കുവാൻ ആ ഗ്രാമത്തിലെ പലരും തയ്യാറായും എത്തി. അവരിൽ നിന്നും ഞാൻ ഒരു പോത്തിൻ കുട്ടിയെ വാങ്ങിച്ചു. അതിനുശേഷം അതിനെയും തെളിച്ചുകൊണ്ട് ഞാൻ വനത്തിലേക്ക് നടന്നു കയറി. അവസാനമായി ശിക്കാരിയെ കൊന്നു തള്ളിയ ഭാഗത്തേക്കായിരുന്നു ഞാൻ നടന്നു ചെന്നത്. അയാളെ കൊന്നുവെന്ന് പറയുന്ന സ്ഥലത്തിനരികിലുണ്ടായിരുന്ന ഒരു മരത്തിന് ചുവട്ടിൽ ഞാൻ പുതുതായി വാങ്ങിച്ച ആ പോത്തിൻകുട്ടിയെ കെട്ടിയിട്ടു. അതിനുശേഷം അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് കയറി അതിനെ കാണാൻ പറ്റുന്ന പാകത്തിൽ ഞാനിരുന്നു. നേരം ഇരുട്ടുവാൻ തുടങ്ങി. ചെറിയ നിലാവുണ്ടായിരുന്നു. താഴെ കെട്ടിയിരുന്ന ആ പോത്തിൻകുട്ടിയെ അവ്യക്തമായി എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ എൻ്റെ റൈഫിൽ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. അല്പസമയം തോക്ക് അവിടേക്ക് ചൂണ്ടി അങ്ങനെ കാത്തിരുന്നു. സമയം ഏറെ വൈകിയിട്ടും അവൻ വരാത്തതിനെ തുടർന്നു. ഇനിയും വരില്ല എന്നൊരു ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോഴേക്കും സമയം 12 മണി കഴിഞ്ഞ് കാണണം. എൻ്റെ കണ്ണുകളിലേക്ക് പതിയെ ഉറക്കം വരുവാനും തുടങ്ങി. പതിയെ ഞാൻ മരത്തിൻ്റെ തടിയിലേക്ക് ചാരി ഒന്ന് മയങ്ങി. അപ്പോഴാണ് താഴെ നിന്നും ആ പോത്തിൻകുട്ടിയെ കെട്ടിയിട്ട ഭാഗത്തു നിന്നും ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ ഞാൻ കേട്ടത്. പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കുകയും അവിടേക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്തു. എന്നാൽ ഒന്നും തന്നെ കാണുവാനുണ്ടായിരുന്നില്ല.
ആ മൂരിയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അവിടെ എന്തോ ഒരു ജീവി നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അവിടേക്ക് എൻ്റെ തോക്ക് ചൂണ്ടി നിറയൊഴിച്ചു. താഴെ നിന്നും ഉച്ചത്തിലുള്ള വലിയൊരു ഗർജനം ഞാൻ കേട്ടു. അത് അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നതും എനിക്ക് അറിയുവാൻ സാധിച്ചു. തിര അവൻ്റെ ശരീരത്തെ കൃത്യമായി തറച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഈ രാത്രിയിൽ അവനെ പിന്തുടർന്നു പോകുക എന്നത് അബദ്ധമാകും. മുറിവേറ്റ മൃഗം എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ലല്ലോ. നേരം പുലരുന്നതുവരെ ഞാൻ ആ മരത്തിൻ്റെ ചില്ലയിൽ തന്നെ ഇരുന്നു. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങുകയും അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. എൻ്റെ അന്വേഷണത്തിനൊടുവിൽ എനിക്ക് ആ കടുവയുടെ ശരീരത്തിൽ നിന്നും അടർന്നു വീണ രോമവും രക്തത്തുള്ളികളുമെല്ലാം കാണുവാൻ സാധിച്ചു. പിന്നീട് ആ കടുവ പോയ ദിക്ക് ലക്ഷ്യമാക്കി നടന്നു. കുറ്റിക്കാടുകൾക്കിടയിലൂടെ അവൻ മുന്നിലേക്കാണ് പോയിരിക്കുന്നത്. ഇലകളിലും മറ്റും രക്തം പറ്റിപ്പിടിച്ചത് കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെയാണ് അവൻ്റെ ശരീരത്തിൽ ഉണ്ടായതെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആ പാടുകളെ പിന്തുടർന്ന് ഏകദേശം 1/2 മൈലോളം മുന്നിലേക്ക് നടന്നു. നടത്തയുടെ അവസാനം എത്തിച്ചേർന്നത് വലിയൊരു പാറയുടെ അരികിലേക്കാണ്. ആ പാറയുടെ അരികിലൂടെ നടന്ന് മുന്നിലേക്ക് ചെന്നു. അവിടെ ചെറിയൊരു ജലാശയമുണ്ടായിരുന്നു. ആ ജലാശയത്തിൻ്റെ അരികിൽ കടുവയുടെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായി ഞാൻ കണ്ടു. ഞാനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം ആ കടുവ താമസിക്കുന്നത് എന്ന്. ഇനിയും ഏത് നിമിഷവും അവൻ്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് എൻ്റെ തോളിലേക്ക് ആ റൈഫിൽ ഉയർത്തിപ്പിടിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ മുന്നിലേക്ക് നടക്കുന്നത്, കണ്ണും കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ അവനെ കണ്ടു. എൻ്റെ മുന്നിലായി ഒരു ഗുഹയുടെ അരികിലായി അവൻ്റെ വാല്. ഞാനും കടുവയും തമ്മിലുള്ള ദൂരം ഇപ്പോൾ ഏകദേശം 30-40 അടിയിൽ കൂടുതലാണ്. ഞാൻ പതിയെ നിലത്തേക്ക് കിടന്നു. ഇഴഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 15 അടി അകലത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു പാറയുടെ മറവിലേക്കാണ് ഇഴഞ്ഞു നീങ്ങിയത്. അങ്ങനെ അല്പസമയത്തെ എൻ്റെ പ്രയാസത്തിനൊടുവിൽ ഞാൻ ആ വലിയ പാറയുടെ അരികിലേക്ക് എത്തിച്ചേർന്നു. പാറയുടെ മുകളിലേക്ക് ഞാൻ എൻ്റെ റൈഫിൽ പൊക്കി വെച്ചു. പതിയെ ഞാൻ ആ കടുവയെ നോക്കി. അവനെ കൃത്യമായി എനിക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ ചെവിയും തലയും ഉടലും വാലുമെല്ലാം കൃത്യമായി തന്നെ. അവൻ്റെ തലയുടെ പിന്നിലേക്ക് ഞാൻ എൻ്റെ റൈഫിൽ ചൂണ്ടി ഒരു മടിയും കൂടാതെ കാഞ്ചി വലിച്ചു. തോക്കിൻകുഴിയിൽ നിന്നും പാഞ്ഞ ആ തിര കൃത്യം ലക്ഷ്യം ഭേദിച്ചു. കടുവയുടെ തലയുടെ പുറകിലേക്ക് തന്നെ തറച്ചു കയറി. ഒന്ന് ഗർജിക്കുവാനോ അനങ്ങുവാനോ കഴിയാതെ അവിടെ തന്നെ അവൻ നിശ്ചലനായി. അവിടെ നിന്നും ഞാൻ എഴുന്നേറ്റു. പതിയെ കടുവയുടെ അരികിലേക്ക് നടന്നു ചെന്നു. തിര തറച്ചു കയറിയ ഭാഗത്തു നിന്നും പുക ഉയരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ രക്തവും എല്ലാം നിലത്തേക്ക് വീഴുന്നുണ്ട്. തോക്കിൻ്റെ കുഴൽ കൊണ്ട് ഞാൻ അവൻ്റെ ശരീരത്ത് കുത്തി. അനക്കം പൂർണ്ണമായും അവസാനിച്ചു. ഇന്നലെ ഞാൻ അവന് നേരെ ഉതിർത്ത തിര അവൻ്റെ തോളിലാണ് തറച്ചു കയറിയിരിക്കുന്നത്. അതും വളരെ വ്യക്തമായി തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു. ഏകദേശം 13-14 വയസ്സിനോട് അടുത്ത് പ്രായമുണ്ട് ഇവന്. അവൻ്റെ ശരീരത്തെ നിറം മങ്ങുവാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ നഖവും പല്ലും ഞാൻ പരിശോധിച്ചു. രണ്ടും തേഞ്ഞിട്ടുണ്ട്. പ്രായാധിക്യമായിരിക്കാം അവനെ ഒരു നരഭോജിയാക്കി തീർത്തത് എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ആ കടുവയെ അവിടെ ഉപേക്ഷിച്ച് ഞാൻ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമീണരോട് ഈ വാർത്ത പറയുകയും കടുവയെ കൊന്നിട്ടിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവർ അവിടെ ചെന്ന് നടത്തിയ തിരച്ചിൽ അവർ കണ്ടെത്തുവാൻ സാധിച്ചത് 4ഓളം ആളുകളുടെ അസ്ഥിയും തലയൂട്ടിയുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതോടെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.